നിങ്ങൾക്ക് വല്ല പ്രാന്തമുണ്ടോ? വെറുതെ കുട്ടികളെ പഠിപ്പിക്കും കൂടി വേണ്ട. ചെമരിൽ ഇങ്ങനെ ചിത്രം വരച്ചിരുന്നിട്ട് 30,000 ഉറുപ്പ്യാണ് ഇപ്പോ മറ്റേ പെൻഷൻ മേടിക്കുന്നത്. ആ കാശ് ഒന്നിനും എടുക്കണ്ട. മകന് 1,00,000 ഉറുപ്പ്യ ഡെയിലി വരുമാനമുള്ള ബിസിനസ് അല്ലേ ഖത്തറിലെ. ആ മോനിപ്പൊ നിലംപരിശായി. ഇവന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരുത്തൻ നല്ലൊരു കാശ് അടിച്ചോണ്ടാണ് പോയി. അയ്യോ, അതായത് കോടികള്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതൊക്കെ എങ്ങനെ ശീതളേട്ടൻ അറിഞ്ഞത്? ഇതൊക്കെ ഞാൻ മന്മഥൻ തന്നെ പറഞ്ഞതാ, ആരോടും പറയാനൊന്നും നിക്കണ്ട. മന്മഥ ഭാഷ സ്വാഭാവിക അറിയാം. വല്ലൊരു സഹായം ചോദിച്ചാൽ സ്വന്തം ദാരിദ്ര്യം പറഞ്ഞ് നടക്കുന്ന ഒരാളാ. ആവുന്നല്ല ഇതപ്പ എന്നോട് വരെ കാശ് ചോദിച്ചു. എത്ര ചോദിച്ചെന്നറിയോ തനിക്ക്? 19,000 ഉറുപ്പ്യ ചോദിച്ചിട്ടുണ്ടാവും. എന്നോട് ചോദിച്ചത് 10,000 രൂപ. 10,000 ഉറുപ്പ്യ വരെ എടുക്കല്ലേ ഇപ്പൊ? ആ കാറിന് അടയ്ക്കാനാന്നാ പറഞ്ഞത്. ഇപ്പൊ താൻ പറഞ്ഞില്ലേ ആ കാറ് മേടിച്ച കാര്യം, അതിനടയ്ക്കാൻ കാശില്ലാതെ കൊണ്ടാന്നാ പറഞ്ഞത്. അപ്പൊ എന്താ സ്ഥിതിഗതി ഒരു മനുഷ്യന്റെ? എവിടെ എത്തി ജീവിതം? അതെ, ശരിയാ ശീതളേട്ടാ. ഒരു മനുഷ്യനെ ഉന്നതത്തിലെത്തിയാലും പെട്ടെന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് ഒന്നും ഇല്ലാണ്ടാവാൻ കുറച്ചു നേരം മതിയില്ലേ? മതി. എന്തിനപ്പ അതൊക്കെ പറഞ്ഞിരിക്കണേ? ശീതളേട്ടനോട് വരണോ? ഒരു ചായ കുടിക്കാം. എന്തിനപ്പ ഈ പുറത്തുനിന്ന് ചായ കുടിക്കണ? ഈ പാലിലൊക്കെ വിഷാടോ, അതൊന്നും കഴിക്കരുത്. വിഷമൊന്നും നോക്കിയിട്ട് കാര്യമില്ല ശീതളേട്ടോ. നിങ്ങൾക്കൊക്കെ കുടുംബത്തിൽ ചായ വെച്ച ഒരാളുണ്ടേ. നമുക്ക് ഈ പുറത്തുനിന്നല്ലേ കുടിക്കാൻ പറ്റൂ. ഇപ്പൊ എന്താ തനിക്ക് എന്താ കുടുംബത്തെ ആളില്ലേ? വീട്ടിന്നേ ചായ ഒന്നും ചായ വെക്കാറില്ലേ? ചായയില്ലേ? ഉണ്ട്. എന്താണ് പറയൂ? അല്ല, അതിപ്പോ നമ്മൾ തന്നെ ഈ വെച്ച് കുടിക്കേണ്ട ഒരു നേരത്തിന് വീട്ടിൽ നിന്ന് ചായക്ക് കിട്ടണമെങ്കിൽ അതാ. അപ്പൊ ഭാര്യ? അല്ല, അങ്ങനെയല്ല. സീതളേട്ടൻ ചോദിച്ചോണ്ട് പറയാം. പക്ഷെ അവളുടെ സ്വഭാവേ അത്ര അങ്ങോട്ട് ശരിയല്ല. ഇപ്പൊ ഈ നേരത്തിന് ചായയും വെള്ളമൊന്നും കിട്ടില്ല വീട്ടിൽ നിന്നേ. അപ്പൊ നമ്മളിപ്പോ രാവിലെ കറക്റ്റ് ചായ കുടിക്കുന്ന ആളാവുമ്പോ കടയിൽ പോയിട്ട് ഒരു ചായയൊക്കെ കുടിക്കുക, അത്രേ ഉള്ളൂ. അത് ശരി. അപ്പൊ ഈ ചോറും കറിയൊക്കെ ആരാ ഉണ്ടാക്കുക? ഞാൻ അധിക ദിവസം ഈ പുറത്തുനിന്ന് കടയിൽ നിന്നൊക്കെ ചില പൊറോട്ടൊക്കെ തന്നെ. കുടുംബത്തിപ്പോ ഈ പ്രായമായിട്ട് നമ്മൾ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. കുടുംബത്തിന് മോശമല്ലേ? കുട്ടികൾക്കൊക്കെ മോശമാവുന്ന കരുതിയിട്ട് ക്ഷമിക്കുക നമ്മൾ. അപ്പൊ അതൊക്കെയാണ് ഇപ്പൊ അവിടുത്തെ സ്ഥിതി. ഒന്നും ഇപ്പൊ ആരോടും പറയാൻ നിൽക്കണ്ട. വിഷമം അങ്ങോട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കുട്ടികളെ പറഞ്ഞ പ്രശ്നം. ഇപ്പം വരുമ്പോഴേക്കും ഞാനൊരു ചായ കുടിച്ചിട്ട് ഇങ്ങോട്ട് വരാം. മറിമായം